വെൽക്കം ടു ആവീസ് ക്രിയേറ്റിവിറ്റി. ലോക്ക്ഡൗൺ അല്ലേ, നമ്മുടെ കുട്ടികളെ ഒന്ന് ക്രിയേറ്റീവ് ആക്കിയാലോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേ ഡഫ് അല്ലെങ്കിൽ ക്ലേ, അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ അതെങ്ങനെ ചെയ്യാം. അതിലേക്ക് ആവശ്യമായിട്ട് 2 കപ്പ് മൈദ വേണം. അതിലേക്ക് 1 കപ്പ് ഉപ്പിട്ട് കൊടുക്കണം. 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. 1/4 കപ്പ് വെള്ളം എടുക്കണം. അതിലേക്ക് 1 സ്പൂൺ വിനേഗിരി, 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മിക്സിലേക്ക് ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ എല്ലാം 1 കപ്പ് ഉപയോഗിച്ച് തന്നെ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. മൈദയും ഉപ്പും എണ്ണയും നല്ലതുപോലെ കുഴച്ചെടുക്കണം. വെള്ളം കൂടരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് ഷേപ്പ് കിട്ടത്തില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് നമുക്കൊന്ന് സ്മൂത്താക്കി എടുക്കാം. TV മൊബൈലിലൊക്കെ കാർട്ടൂൺ കണ്ടിരിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടികളെ നമുക്ക് നല്ല ക്രിയേറ്റീവ് ആക്കി എടുക്കാൻ പറ്റും. സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ലേണിംഗ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസ് അവർക്ക് പ്ലേ ഡഫ് ഉപയോഗിച്ച് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്വിക്കായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡഫ് റെഡിയായി. നല്ല പെർഫെക്റ്റ് ഡഫായിട്ടുണ്ട്. കണ്ടോ, ഷേപ്പ് ഹോൾഡ് ചെയ്യണം. ഇതുപോലെ നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കിയാൽ ആ ഷേപ്പിൽ നിൽക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു റൗണ്ടാക്കി നമ്മൾ ജസ്റ്റ് ഒരു പെറ്റൽ പോലെയൊക്കെ ആക്കി എടുത്താലും ആ പെറ്റൽ ഷേപ്പ് വരണം. പെർഫെക്റ്റ് ഡഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ അക്രിലിക് കളറും ഫുഡ് കളറും ചേർത്ത് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാക്ക് അക്രിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റെഡും ഗ്രീനും അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ കളർ ഞാൻ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കളേഴ്സ് നന്നായി മാവിലോട്ട് കുഴച്ചെടുക്കണം. കളർ നന്നായിട്ട് അതിലോട്ട് പിടിച്ചോളും. നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി. എനിക്ക് അക്രിലിക് കളറാണ് ഇഷ്ടം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അക്രിലിക് കളറിൽ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ഡഫാണ് കിട്ടുന്നത്. ഫുഡ് കളർ ആകുമ്പോഴത്തേക്ക് ഒത്തിരി വാട്ടറി ഷേപ്പും നമുക്ക് ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പം ലൂസായി പോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഇതേപോലെ വിതറിയിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മളുണ്ടാക്കിയ ഡഫ് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നമ്മുടെ ഡഫ് റെഡിയായി. കളർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗ്രീനും റെഡും ബ്ലൂവും ചെയ്തെടുക്കണം. എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ യെല്ലോവും ബ്ലൂവും ഫുഡ് കളർ യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക്, ഗ്രീൻ, റെഡ് അക്രിലിക് കളർ വെച്ചാണ് മിക്സ് ചെയ്തേക്കുന്നത്. മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് നമുക്ക് മാവിലോട്ട് കിട്ടും. ഒരു പ്ലാസ്റ്റിക്കിൽ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല. തുറന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാറ്റ് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഡ്രൈ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്ക് ഈ മാവ് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇതേപോലെ പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്ത് ഒരു കണ്ടെയ്നറിലോട്ടാക്കി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസത്തിന് മേലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കണം. ഞാനും എൻ്റെ 4 വയസ്സുള്ള മോനും കൂടി ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ക്രാഫ്റ്റ്സ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. മോന് ടോയ്സിനെക്കാളും കൂടുതൽ ഇഷ്ടം ഈ ക്ലേസ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് കൊടുക്കണം. അവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. Stay home, stay safe. Thank you for watching my channel.